أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعتذرون إليكم إذا رجعتم إليهم إلى آخر الآية. പത്താമത്തെ ജുസുവിൻ്റെ അവസാനം മുനാഫിഖീങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതും അവർ പോകാതിരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നമ്മൾ ചെയ്തിരുന്നു. ഈ ജുസുവിൻ്റെ തുടക്കം അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് കാരണം ബോധിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഈ യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയിൽ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരികയാണ്. മദീനയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മുനാഫിക്കീങ്ങൾ വന്ന് കാരണങ്ങൾ ബോധിപ്പിക്കും. കൃത്യമായി അള്ളാഹു ഈ വിഷയം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നു. വന്നുകൊണ്ട് ഇവരുടെ കാരണങ്ങൾ കേൾക്കുന്നു. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. തങ്ങൾക്കറിയാം ഇതെല്ലാം കള്ളമാണ് എന്ന്. എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുറച്ചു സഹാബാക്കൾ സത്യം പറയുകയും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും സൂചിപ്പിക്കാതിരിക്കുകയും ചെയ്തവരുണ്ട്. അതിൽ തന്നെ 7 പേർ നബി തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മസ്ജിദ് നബവിയുടെ തൂണുകളിൽ സ്വന്തം അവരെ തന്നെ ബന്ധിപ്പിച്ചു. അതിൽ അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു ആണ്. തൂണിൽ അദ്ദേഹത്തെ തന്നെ സ്വയം ബന്ധിച്ച് അവിടെ തൗബയില്ലാതെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് മാപ്പില്ലാതെ ഒരിക്കലും ഞാൻ ഈ കെട്ടഴിക്കില്ല എന്ന് ശപഥം ചെയ്യുകയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ കാണുന്ന രംഗം ഇതാണ്. പിന്നെ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കപ്പെടുകയും ഇപ്പോഴും മസ്ജിദ് നബവിയിൽ ഉസ്തുവാനത്തു തൗബ എന്നൊരു തൂണും തന്നെയുണ്ട്. ഇത് അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു സ്വയം ബന്ധിച്ച ഒരു തൂണാണ്. ഇതിൻ്റെ പിറകിൽ വേറെയും ചരിത്രം പറയുന്നുണ്ടെങ്കിലും കൂടുതൽ മുഫസ്സിരീങ്ങൾ ഈ സംഭവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം 3 സഹാബാക്കൾ വീണ്ടും വരികയും അവർ വന്ന് അവരുടെ ഒരു കാരണവുമില്ലാതെ മടി പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരാതിരുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 50 ദിവസക്കാലം അവർക്ക് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും തൗബ സ്വീകരിച്ചതാണ് ഇനിയുള്ള ആയാത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായൊരു വിഷയമാണ് അൽ അഅറാബു അഷദ്ദു കുഫ്റൻ വ നിഫാഖ. മുനാഫിഖീങ്ങൾ തന്നെ 2 രൂപത്തിൽ. ഒന്ന് മദീനയിൽ തന്നെയുള്ള മുനാഫിഖീങ്ങളും പിന്നെ മദീനയിലെ വിദൂരത്ത് താമസിക്കുന്ന മുനാഫിഖീങ്ങൾ. അവർക്ക് മുഅ്മിനീങ്ങളുമായിട്ട് യാതൊരു സഹവാസവുമില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് യാതൊരു സഹവാസവുമില്ല. അങ്ങനെ നല്ല സ്വഭാവങ്ങൾ ഒരു സമൂഹത്തിലുണ്ടാകുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചില നല്ല സ്വഭാവങ്ങളുണ്ടല്ലോ, ആ സ്വഭാവം പോലും ഇല്ലാത്ത വലിയ മുസ്ലിമീങ്ങളോട് ശത്രുത വെച്ചിരുന്ന മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ അവർക്കുള്ള താക്കീതുകളെ സംബന്ധിച്ചാണ് അടുത്ത ആയത്തിലൂടെ പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ഈ ജുസുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മസ്ജിദുൽ ദിറാർ. മസ്ജിദുൽ ദിറാർ എന്ന് പറയുന്നത് മുനാഫിഖീങ്ങൾ നിർമ്മിച്ചൊരു പള്ളിയാണ്. അഥവാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുന്ന സമയത്ത് അതിനു മുമ്പായി തന്നെ മദീനയിൽ ഖസ്റജ് ഗോത്രത്തിലുള്ള അബൂ ആമിർ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം നസറാനിയായിരുന്നു. മതം മാറി നസറാനിയായി. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനമായിരുന്നു. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവായി മാറുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അഹങ്കാരം അതുപോലെ തന്നെ അധികാരം, ജനങ്ങളെല്ലാം തന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ആദരവും ബഹുമാനവും എനിക്ക് കിട്ടില്ല എന്നതുകൊണ്ട് നബി തങ്ങളുടെ ശത്രുവായി മാറി. ഏകദേശം എല്ലാ യുദ്ധങ്ങളുടെയും മക്ക മുശ്രിക്കീങ്ങളുമായുള്ള എല്ലാ യുദ്ധങ്ങളും കത്തിടപാടുകളുടെ എല്ലാം പ്രധാന കണ്ണി ഈ അബൂ ആമിർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയാതായ ഒരു സാഹചര്യം വരികയും ഇദ്ദേഹം അവിടെയുള്ള മറ്റുള്ള മുനാഫിക്കീങ്ങളോട് പറഞ്ഞു, ഞാൻ ഷാമിലേക്ക് പോവുകയാണ്. ഞാൻ ഷാമിൽ ചെന്നിട്ട് റോമൻ സാമ്രാജ്യത്തെ
ഈ പ്രവാചകനെതിരെ ഞാൻ തിരിക്കുകയും അതിനുവേണ്ടിയുള്ള പണി ഞാൻ എടുക്കുകയും ചെയ്യും. കാരണം അന്ന് ഷാമ് പോലുള്ള പ്രദേശങ്ങളെല്ലാം ഈ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തു കൊള്ളാം. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം ഇവിടുത്തെ മുനാഫിക്കീങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ഷാമിൽ പോയി. അപ്പോൾ ഷാമിൽ പോയി ഇതിനുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴും ഇവിടെയുള്ള മുനാഫിക്കീങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു, കത്തിടപാടുകൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മസ്ജിദുൽ ഖുബ നിവാസികൾ താമസിക്കുന്ന ഭാഗത്ത്, അവിടെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് വന്നപ്പോൾ ആദ്യം അവിടെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അവിടെയാണ് ആദ്യത്തെ പള്ളിയും ഉണ്ടായത്. അതിനുശേഷമാണ് മസ്ജിദ് നബവി നിർമ്മിക്കപ്പെടുന്നത്. അപ്പം ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബയാണ്. അപ്പം വിദൂരത്തുള്ളവർ വന്ന് നമസ്കരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒരു പള്ളി ഉണ്ടാക്കുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പള്ളിയിലേക്ക് ദഅവത്ത് ചെയ്യുകയും ചെയ്തു. ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം, ആ പള്ളിക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പള്ളി നിർമ്മിച്ചത് ദൂരത്തുള്ളവർക്കൊക്കെ ഒന്ന് നമസ്കരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖുബ മസ്ജിദിൻ്റെ ആ പ്രദേശത്ത് വേറൊരു പള്ളി അവർ നിർമ്മിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ എന്തായാലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധമെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഈ പള്ളിയെ സംബന്ധിച്ചുള്ള വഹിയും ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ വരാമെന്ന് നബി തങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും വഹി വന്നു, ഇത് മസ്ജിദുൽ ഇറാറാണ്, ഇത് പൊളിക്കപ്പെടേണ്ടതാണ്, ഇതിന് പല ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളിയാണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ 2 സഹാബാക്കളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത് ഈ പള്ളി പൊളിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും അവർ ഈ പള്ളി അഗ്നിക്കിരയാക്കുകയും ചെയ്തതാണ് അടുത്ത സംഭവമായിട്ട് ഈ ജുസിൽ കാണുന്നത്. അതിനുശേഷം മുഅ്മിനീങ്ങളോട് ജിഹാദ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് കിട്ടുന്ന പ്രതിഫലങ്ങളും മുഅ്മിനീങ്ങളോട് അള്ളാഹു കച്ചവടം നടത്തിയിരിക്കുകയാണ്. അവരുടെ നഫ്സും സമ്പത്തും എല്ലാം അള്ളാഹു വാങ്ങിയിരിക്കുകയാണ്, അതിന് പകരം അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്നു എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അള്ളാഹു മുഅ്മിനീങ്ങളോട് എന്ത് ചെയ്തിരിക്കുകയാണ്, ജിഹാദിന് വേണ്ടി പൂർണ്ണമായും സജ്ജരാകാനുള്ള നിർദ്ദേശം നൽകുന്നു. അതുപോലെ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ എടുത്തു പറയുന്നു. അവരേറ്റവും കൂടുതൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, അവർ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ്, അതുപോലെ തന്നെ അവർ നോമ്പ് വെക്കുന്നവരാണ്, അവർ റുക്കൂഅ് ചെയ്യുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാണ്, അതുപോലെ നന്മ തിന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ തടയുകയും നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ തടയുകയും ചെയ്യുന്നവരാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും വൽ ഹാഫിളൂന ലി ഹുദൂദില്ലാ, അള്ളാഹിൻ്റെ ഹദ്ദുകളെ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരു ഹദ്ദുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി നമ്മൾ സൂക്ഷിക്കണം. അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി. അതിനകത്ത് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഓവറായി എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നന്മ മാറി തിന്മയായി മാറും. മറ്റുള്ളവരോടുള്ള ഹുക്കൂക്കുകൾ, ഇടപാടുകൾ, അവരോടുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തിയാക്കുമ്പോഴും അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഹദ്ദുകൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം. ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഒരാൾ മാതാപിതാക്കളുടെ ഹുക്കൂക്കുകൾ പാലിക്കുന്നു, പക്ഷേ ആ പാലിക്കുന്നതിന് കാരണമായിട്ട് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഹുക്കൂക്കുകൾ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് തെറ്റാണ്, അത് പാപമായി തീരും. ഇതുപോലെ എല്ലാ അമലുകൾക്കും അതിൻ്റേതായ ഹുദൂദുകളുണ്ട്, അതിൻ്റേതായ അതിർത്തികളുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം എല്ലാ അമലുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാകുന്നു. അടുത്തൊരു വലിയൊരു വിഷയമാണ് മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. അപ്പം പലരും, സഹാബാക്കളിലെ പലരും തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കായിരുന്നിട്ട് പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോൾ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതാപിതാക്കൾക്ക് വേണ്ടി, പിതാവിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, മുശ്രിക്കിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയോ സ്വർഗത്തിന് വേണ്ടിയോ സ്വർഗം കിട്ടാൻ വേണ്ടിയോ ഒന്നും നമുക്ക് ദുആ ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ശിർക്ക് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് നരകശിക്ഷ എന്താണ്, ഉറപ്പാണ്. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം,
അതുപോലെ തന്നെ അവരുടെ ദുന്യവിയായ ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ മാറാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ അവർക്ക് സ്വർഗം കിട്ടാനും അല്ലെങ്കിൽ അവരുടെ പാപമോചനത്തിന് വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ദുആ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ അള്ളാഹു പറയുകയാണ്. അത് ദുആ ചെയ്തത് അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു, ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനം അദ്ദേഹം ചെയ്തിരുന്നു തൻ്റെ പിതാവിനോട്. അത് മറ്റുള്ള സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ വാഗ്ദാനം ചെയ്തതിൻ്റെ പേരിലാണ് ദുആ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ഈമാൻ കിട്ടില്ല, അദ്ദേഹം ഒരിക്കലും മുഅ്മിനാകില്ല എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയിപ്പുണ്ടായതിന് ശേഷം പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടില്ല. അത് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ തൗബ ചെയ്ത് മടങ്ങുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഏറ്റവും കൂടുതൽ സഹനതയുള്ള നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയം ഇവിടെ പറയുകയാണ്. അതിനുശേഷം മുഅ്മിനീങ്ങളോട് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഉണർത്തുകയാണ്. അതിലൊന്നാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നത്. ഏത് സമയത്തും രഹസ്യമായും പരസ്യമായും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഭയഭക്തി ഉള്ളവരായിരിക്കുക. അതുപോലെ തന്നെ മുനാഫിക്കീങ്ങളിൽ നിന്ന് അകലം പാലിക്കുക, സജ്ജനങ്ങളുടെ സഹവാസം സ്വീകരിക്കുക. പിന്നെ ഒന്നാണ്, നമുക്ക് എന്ത് റിസ്ക്കിൻ്റെ വിഷയത്തിൽ ഉപജീവനം അത് ഇടുക്കമാണെങ്കിലും അല്ലെങ്കിൽ അത് വിശാലമാണെങ്കിലും നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. തങ്ങളുടെ കൽപ്പനയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുൻഗണന കൊടുക്കേണ്ടത്. അത് എന്ത് കഷ്ടപ്പാടാണെങ്കിലും അല്ലെങ്കിൽ എത്ര വിശാലതയുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നഫ്സിൻ്റെ പുറകെ പോകരുത് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ എത്രമാത്രം നമുക്ക് കഷ്ടപ്പാടുകളുണ്ടോ അതനുസരിച്ച് നമ്മുടെ പ്രതിഫലവും വണ്ണമാകും, അധികരിച്ച പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ള വിഷയങ്ങൾ മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിഷയം, തബൂക്ക് യുദ്ധത്തിൻ്റെ ഇത്രയും താക്കീതുകൾ, അതായത് ഇത്രയും ഗൗരവത്തോടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരുടെ വിഷയത്തിൽ കർശനമായ തീരുമാനങ്ങൾ വരുന്നു, എല്ലാവരോടും പുറപ്പെടാൻ പറയുന്നു. ഇങ്ങനെയുള്ള ആയത്തുകളും ഇതിനകത്തുള്ള ഇത്രയും നിർദ്ദേശങ്ങളെല്ലാം കേട്ട് സഹാബാക്കൾ പിന്നെയുള്ള എല്ലാ ജിഹാദിനും എല്ലാവരും പോകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു രംഗമാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴങ്ങനെ വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ആയത്താണ്, എല്ലാവരും കൂടെ ജിഹാദിന് പോകേണ്ടതില്ല, മറിച്ച് കുറച്ച് പേര് മദീനയിലുണ്ടായിരിക്കണം. അപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുന്ന കുറച്ച് പേര് മാത്രം ജിഹാദിന് പുറപ്പെടുക, കുറച്ച് പേര് മദീനയിലുണ്ടായിരിക്കുക. അത് നബിതങ്ങളോടൊപ്പം അവരെന്ത് ചെയ്യുക? പരിശുദ്ധ ദീൻ്റെ ഇൽമ് പഠിക്കുക. കാരണം ഒരു രാഷ്ട്രീയ സംവിധാനം വളർന്നു വരണമെങ്കിൽ അവരുടെ അറിവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിയമങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളും വേണം. വെറുതെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കലും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വളർച്ച മാത്രം പോരാ, അതിൻ്റെ പക്വതയും പഠനങ്ങളുമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു സമുദായം പരിശുദ്ധ ദീൻ പഠിക്കാൻ തന്നെ ഉണ്ടായിരിക്കണം. ആ ജിഹാദിന് പോയി മടങ്ങി വരുമ്പോൾ അവർക്ക് ഈ സമുദായം എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ തായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. അപ്പോൾ എല്ലാവരും പോകേണ്ടതില്ല, കുറച്ച് പേര് പരിശുദ്ധ ദീൻ പഠിക്കാൻ വേണ്ടി മദീനയിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള ആയത്താണ് അതിന് ശേഷം വന്നത്. പിന്നെ അതിനുശേഷം ജിഹാദിൻ്റെ നിയമങ്ങൾ പറയുകയാണ്. അപ്പം ജിഹാദിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ അത് പരിശുദ്ധമായ തൗഹീദാണ്, അള്ളാഹു ഏകദൈവ വിശ്വാസം, അതിലടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജിഹാദ്. അതിനെതിരെ ആര് വന്നാലും നമ്മൾ ശ്രദ്ധിക്കരുതില്ല. പലപ്പോഴും ചിലപ്പോൾ അതിനെതിരെ ശിർക്കിനെതിരെ നമ്മുടെ മക്കളായിരിക്കും, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം. എങ്ങനെ വന്നാലും നമ്മൾ എടുക്കേണ്ട തീരുമാനം അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീനിന് വേണ്ടി മാത്രം നിലകൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ പല സമയത്തും ജിഹാദിനകത്ത് ശത്രുപക്ഷത്ത് പല സഹാബാക്കളുടെയും സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരേണ്ടതില്ല എന്നുള്ള വിഷയമാണ് അടുത്ത് അവതരിച്ചിരിക്കുന്നത്. അവസാന ഭാഗത്ത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട 2 സിഫത്ത്, 2 ഗുണങ്ങൾ, തങ്ങൾ റഊഫാണ്, തങ്ങൾ റഹീമാണ്, തങ്ങൾ ഒരുപാട് കരുണയുള്ള ആളാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുനാഫിക്കീങ്ങൾ ചെയ്ത പ്രശ്നങ്ങളും മുനാഫിക്കീങ്ങൾ കാട്ടിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. ശേഷം
സൂറത്ത് യൂനുസ് തുടങ്ങുകയാണ്. സൂറത്ത് യൂനുസ് മക്കി സൂറത്താണ്. നബി തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ചതാണ്. സാധാരണ നമ്മൾ പറഞ്ഞതാണ്, മക്ക ജീവിതത്തിൽ അവതരിപ്പിക്കുന്ന സൂറത്തുകളിൽ പ്രധാന പ്രമേയം എന്താണ്? തൗഹീദാണ്, അതുപോലെ തന്നെ റിസാലത്താണ്, അതുപോലെ തന്നെ ആഖിറത്താണ്. ഇവിടെ അറബികളായ മുശ്രിക്കീങ്ങളുടെ വിമർശനങ്ങൾക്ക് മറുപടിയാണ് ഈ സൂറത്തിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അവരുടെ ആ പിടിവാശി കാരണം അവർ ഇസ്ലാമിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിന് ശക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട് അത് കൃത്യമായി അവരുടെ ആ പിടിവാശിയെയും അവരുടെ തെളിവുകളെയും ഖണ്ഡിക്കുന്നതായ രൂപമാണ് സൂറത്തിൻ്റെ തുടക്കഭാഗത്തുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ ദീനിലേക്ക് വരുന്നില്ല എങ്കിൽ ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുന്നു. പിന്നെ ഈ സൂറത്തുകളിൽ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ഇതിൽ വിശാലമായി പറയുന്ന ഒരു സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിറഔൻ്റെയും സംഭവം. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു. എത്രത്തോളം ദഅവത്ത് ഫിറഔന് ചെയ്തു, ഒരുപാട് കാലം ദഅവത്ത് ചെയ്തു, പല പരീക്ഷണങ്ങൾ വന്നു. ആ പരീക്ഷണങ്ങൾ വരുമ്പോഴെല്ലാം അവർ വന്ന് മൂസാ നബി അടുത്ത് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു, ദുആ ചെയ്തു. അവരുടെ ആ പരീക്ഷണം മാറിക്കിട്ടി. പക്ഷേ വീണ്ടും അവർ പരിശുദ്ധ ദീനിലേക്ക് വന്നില്ല. അങ്ങനെ തൻ്റെ വിശ്വാസികളായ ബനു ഇസ്രായേലുമായിട്ട് പുറപ്പെട്ടു പോകുന്ന രംഗം. അങ്ങനെ പുറപ്പെട്ടു, സമുദ്രം പിളർന്നു. അതുവഴി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്നു. ഈ സമയത്ത് ഫിറഔൻ എന്ത് ചെയ്യുന്നു? ആ സമുദ്രം അതേ വഴി പോകുമ്പോൾ സമുദ്രം വന്ന് മൂടുകയും അതിൽ അദ്ദേഹം ഫിറഔൻ എന്ത് ചെയ്യും? മുങ്ങിച്ചാകുകയും ചെയ്യുന്ന രംഗമാണ്. അതിനുശേഷം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം വളരെ ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുകയാണ്. ഇതിലൂടെയെല്ലാം കാഫിര്യങ്ങൾക്ക് ഗുണപാഠമാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടും. എന്തായാലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവസാനം മുഅ്മിനീങ്ങൾക്കാണ് വിജയം എന്നുള്ള ഒരു സമാധാനവും മുഅ്മിനീങ്ങൾക്ക് കിട്ടും എന്നുള്ള വിഷയമാണ് ഈ സംഭവങ്ങളിലൂടെയെല്ലാം നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ, ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇതൊന്നും ആകസ്മികമായി ഉണ്ടായതൊന്നുമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഇതിൻ്റെ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് വെറുതെയല്ല. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്. ഇതിന് പിറകെ കൃത്യമായ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യമില്ലാതെ വെറുതെ ഇതൊക്കെ ചുമ്മാ ആകസ്മികമായി ഉണ്ടായതുമല്ല, അല്ലെങ്കിൽ വെറുതെ ഇതിനെ ഒന്നും അല്ലാഹു സൃഷ്ടിച്ചതുമല്ല എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളോട് പറയുകയാണ്. അതിനുശേഷം അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയില്ലാതെ ഐഹിക ജീവിതത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന സമുദായം, അവരെ സംബന്ധിച്ച് പറയുകയാണ്, ദുന്യാവിൽ അശ്രദ്ധരായി ജീവിക്കുകയാണ് എങ്കിൽ അവരുടെ മടക്കസ്ഥലം നരകമാണ്, അവരെത്താൻ പോകുന്നത് നരകത്തിലാണ്. എന്നാൽ ഈമാനും അമലെ സാലിഹാത്തും ഉള്ളവർക്ക് അല്ലാഹു നേരായ മാർഗം അവരുടെ ഈമാൻ്റെ പേരിൽ കാട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് സ്വർഗത്തിലെ അനുഭൂതികളെല്ലാം അവർക്ക് എന്ത് ചെയ്യാം? അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പരിശുദ്ധ ഖുർആനെതിരെ വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി. നമുക്കറിയാം, ഖുർആനെതിരെ മുശ്രിക്കീങ്ങൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അസാത്തീറുൽ അവ്വലീനാണ്, അല്ലെങ്കിൽ ഭ്രാന്തൻ്റെ വാക്കുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കാൻ അള്ളാഹു നിർദ്ദേശം കൊടുക്കുന്നു. ജനങ്ങൾ വന്ന് കളിയാക്കുന്നു. അപ്പോൾ തിരിച്ച് നിങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കോ, ഒരു സമയത്ത് ഞങ്ങൾ നിങ്ങളെ കളിയാക്കുമെന്ന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം 950 വർഷക്കാലം ദഅവത്ത് ചെയ്തിട്ട് വളരെ കുറച്ച് പേർ മാത്രമാണ് മുസ്ലിമായത്. അപ്പോൾ അങ്ങനെ അവരെ എന്ത് ചെയ്യുന്നു? കപ്പലിലേക്ക് കയറ്റുന്നു. ശക്തമായ പ്രളയമുണ്ടാകുന്നു. ആ പ്രളയത്തിൽ ബാക്കിയുള്ള എല്ലാവരും മരിക്കുന്നു. കുറേ എല്ലാ മൃഗങ്ങളുടെയും ആ പരമ്പര നിൽക്കാൻ വേണ്ടി ഓരോ മൃഗത്തിൻ്റെയും ഇണകളെ ഈ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നു. ബാക്കി എല്ലാവരും നശിച്ചു പോകുന്നൊരു സാഹചര്യം. ഇത് മുഅ്മിനീങ്ങൾക്ക് സമാശ്വസിപ്പിക്കലാണ് ഈ സംഭവം. കാഫിരീങ്ങൾക്കൊരു ഗുണപാഠവുമാണ്. അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സംഭവം. ഇവരെ പ്രവാചകനായിട്ട് അയക്കുന്നു. ഫിറഔന് എന്താണ് ഇവരെ അംഗീകരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം? അതിൽ ഫിറഔൻ തന്നെ പറയുന്നൊരു വാക്കുമുണ്ട്, വതകൂനു ലക്കുമൽ കിബിരിയ ഫിൽ അർദ്. അധികാരം നിങ്ങൾക്കായിപ്പോകും. ഇപ്പം മനുഷ്യന് പരിശുദ്ധ ദീൻ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്നത് അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ അധികാരം. എൻ്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്.
ഇപ്പം ഞാൻ ഇവരെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരുടെ കീഴിലായി പോകും. അപ്പോൾ എൻ്റെ അധികാരം എനിക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഫിറഔൻ എന്ത് ചെയ്യാതിരുന്നത്, ബഹുമാനപ്പെട്ട മൂസ ഹാറൂൻ അലൈഹിമുസ്സലാമിനെ അംഗീകരിക്കാതിരുന്നത്. അവസാനം മരണം നേരിട്ട് കണ്ട സമയത്ത് എന്ത് ചെയ്തു, അദ്ദേഹം കലിമ പറഞ്ഞു, പക്ഷേ രക്ഷയില്ല. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ കണ്ടതിന് ശേഷമാണിത് പറഞ്ഞത്. ഹത്ത ഇദാ അദറകഹുൽ ഗറഖ് ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്. പക്ഷേ എപ്പോഴാണ് പറഞ്ഞത്, ഈ പറഞ്ഞ മുങ്ങിക്കൊണ്ട് കിടക്കുന്ന സമയത്ത്, ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത്, കടലിൽ കിടന്ന് മുങ്ങിക്കിടക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കാണിത്. അപ്പോൾ ഈ പക്ഷേ എന്തില്ല, പരിശുദ്ധ ഖുർആൻ പറയാണ് ആൽ ആൻ, ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്, വഖദ് അസൈത ഖബൽ, ഇതിനു മുമ്പ് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, എന്തെല്ലാം കുഴപ്പം, വകുന്ത മിനൽ മുഫ്സിദീൻ, നീ ഒരു കുഴപ്പക്കാരൻപ്പെട്ട ആളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നേരിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി തൗബ ചെയ്തിട്ട് തൗബ എന്തില്ല, സ്വീകരിക്കില്ല. അപ്പോൾ തൗബ സ്വീകരിക്കുന്നതിന് ഒരു സമയമുണ്ട്, ഒരു അവസരമുണ്ട്. മരണം നേരിട്ട് കണ്ടു കഴിഞ്ഞ് പിന്നെ തൗബ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തൗബ എന്തില്ല, സ്വീകരിക്കില്ല. അങ്ങനെയാണ് ഫിറഔൻ്റെ തൗബ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല. മാത്രമല്ല അൽ യൗമ നുനജ്ജീക ബിബദനിക, നിൻ്റെ ശരീരത്തോടു കൂടെ നിന്നെ നാം രക്ഷപ്പെടുത്തും. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇവൻ്റെ ശരീരം കടലിലേക്ക് താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. കാരണം ബാക്കിയുള്ളവർക്ക് ഗുണപാഠമാകാൻ വേണ്ടി അതിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് എന്ത് ചെയ്തത്. ഇതുവരെയാണ് ഖുർആൻ്റെ വിഷയമുള്ളത്. പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ജഡം കിട്ടിയെന്നും പല ഗവേഷകരും പറയുന്നുണ്ട്. ആ ജഡം കിട്ടി, ആ ജഡം ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും ആ ജഡം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ജഡമാണ് എങ്കിൽ പിന്നെ കൃത്യമായി ഈ ആയത്തിൽ പറഞ്ഞൊരു മോചിതത് ഇപ്പോഴും എന്താകാണ്, വ്യക്തമായി കാണുകയാണ്. അതിനുശേഷം ബനു ഇസ്രായേലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സൗകര്യങ്ങളെക്കുറിച്ച് പറയുന്നു. പക്ഷേ എല്ലാ സൗകര്യങ്ങളും കിട്ടിയതിന് ശേഷവും അവരെന്ത് ചെയ്തില്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൽപ്പനകളെ പലതവണയായിട്ട് അവരെന്ത് ചെയ്തു, എതിർത്തു എന്നുള്ള വിഷയമാണ് പിന്നെ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തിന് ദഅവത്ത് ചെയ്തെങ്കിലും ആരും അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നു ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. നാട് വിട്ടു പോയി. അങ്ങനെ അദ്ദേഹം ഒരു സമുദ്രയാത്ര നടത്തി. അപ്പോൾ സമുദ്രയാത്ര നടത്തിയപ്പോൾ വല്ലാതെ പ്രക്ഷോഭമുണ്ടാകുകയും കാറ്റ് കാരണം യാത്ര ചെയ്ത കപ്പൽ ഉലയാൻ തുടങ്ങി. അപ്പോൾ അവർ നറുക്കിട്ട് ഇതിൽ അതോ അള്ളാഹുവിൻ്റെ കോപമുള്ള ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അത് കാരണമാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കടലിലേക്ക് വിടാത്തടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ നറുക്ക് പേര് വീഴുന്നത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ്. അങ്ങനെ യൂനുസ് നബിയെ കടലിലേക്ക് ഇടുകയും ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അള്ളാഹു ജീവനോടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാക്കുകയും അങ്ങനെ കാത്തതിന് ശേഷം പിന്നെ വന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ആ മത്സ്യം വെളിയിൽ കൊണ്ടുവന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തുപ്പിയിടുകയും ഒക്കെ ചെയ്ത സംഭവം. അപ്പോൾ അതിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ പ്രത്യേകത, ശിക്ഷയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ തന്നെ അവർ അള്ളാഹുലേക്ക് മടങ്ങി. അതുകൊണ്ട് ഈ സമുദായത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നില്ല. കാരണം അടയാളങ്ങൾ പല ആവർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല പല സമുദായത്തിനും കാണിച്ചു കൊടുക്കാറുണ്ട്. അടയാളങ്ങൾ കാണിക്കുമ്പോഴും അവരതിനെ ദുർവ്യാഖ്യാനം നടത്തി ഇത് വേറെന്തെങ്കിലുമാണ്, ഇത് മഴ പെയ്യാനുള്ള മേഘമാണ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ പറഞ്ഞ് അവർ അള്ളാഹുലേക്ക് മടങ്ങാതെയാണ് എല്ലാവർക്കും ശിക്ഷ വന്നു ഭവിച്ചതെങ്കിൽ ഈ സമുദായത്തിൻ്റെ പ്രത്യേകത, അടയാളങ്ങൾ കണ്ടപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ആ സമുദായം രക്ഷപ്പെട്ടു. ആ സമുദായത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടായിട്ടില്ല. ഈ സംഭവം വിശാലമായിട്ട് സൂറത്തു സാഫാത്തിൽ വരുന്നതാണ്. സൂറത്തു സാഫാത്തിൽ ഇത് കൃത്യമായിട്ട് ഈ സംഭവം കുറിച്ച് നമുക്ക് കാണാൻ കഴിയും.